ഹലോ ഗൈസ്, മറ്റേ സ്പെഷ്യൽ ഫറൂഖുണ്ടാണ്. സൗണ്ട് ഇല്ല. എന്ത് ഫറൂഖുണ്ട? ഓ, ഇത് ഇങ്ങനെ കോയിമുട്ട മുറിക്കണ്ട, ഒരു ഹാഫ് സെറ്റാക്കി ഫുള്ളാക്കി കിട്ടോ. 4 ലക്ഷം പറഞ്ഞു. എന്ത് തണുമ്പാ ഉള്ളിൽ ഫുള്ളാവില്ല. ഫറൂഖുണ്ടനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയുക? ഇത് വളരെ നല്ലൊരു ഉണ്ടയാണ്. നല്ലൊരു ഉണ്ടയാണ്, അത്യാവശ്യം വലിയൊരു ഉണ്ടയാണ്. അപ്പൊ അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയും. ബ്രെഡിന്റെ വക്ക് ഭാഗം വേണ്ടല്ലോ. വക്ക് വേണ്ട, വക്ക് ഉമ്മച്ചി ഉപയോഗിക്കാറില്ല. ഉമ്മച്ചി വക്ക് ഉപയോഗിക്കാണ്ട് വക്ക് ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് ആ വക്കോട്ട് വീണ്ടും ഒരു ഉണ്ടാക്കും. ഉമ്മച്ചി ഫുഡ് ഒന്നും ഒഴിവാക്കാൻ സമ്മതിക്കില്ല, മനസ്സ് സമ്മതിക്കില്ല. പാടില്ല, എല്ലാം നമ്മൾ ഉപയോഗിക്കണം. അനാവശ്യമായിട്ട് കൂടുതൽ ഫുഡ് അതുകൊണ്ട് കട്ട് കത്രി കൊണ്ട് ചെയ്യാം. കത്രി പോണേ കത്തിയല്ല ഏറ്റവും സുഖം. ഒന്നിന് രണ്ടെണ്ണം വേണം. ഒരു ഉണ്ടക്ക് 2 ബ്രെഡ്. ഇതമ്മ ഒരു എനിക്കറിയില്ല, അത് കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് കഴിച്ചുകൊണ്ട് നിൽക്കണം. നമുക്കറിയാം ഇത് എന്താണ് സംഭവം. ഇതാണ് സുഖം. 4 8 പ്ലേറ്റ് ഞാൻ തരാം. ഇതിലൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയും പത്ത്. ഇതിലേക്ക് വേണ്ട ബ്രെഡ്, പിന്നെ വെള്ളം. നമ്മുടെ സമൂസക്ക് ഇതിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉള്ളി വാട്ടണം. പിന്നെ കൈക്ക് നമുക്ക് ഇഷ്ടമുള്ള മസാല ഇടാ. ഉമ്മച്ചിയോടെ നെയ്ച്ചോറിന്റെ പണിയിലാണ്. ഉമ്മച്ചി പറയുമ്പോ അതിന് വേണ്ടി എന്തൊക്കെ കറക്റ്റ് ഒരു ഫുഡ് മേക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റി വേറെ എന്തൊക്കെ പിന്നെ നമ്മളെ ഇഷ്ടങ്ങളാണ്. വെച്ചെടുക്കുക, ബീഫ് വെച്ചെടുക്കുക, പിന്നെ മസാലകളൊക്കെ ആണെങ്കിൽ അവനാന്റെ ഇഷ്ടം എന്താ വെച്ചാൽ. ശരിക്കും ഈ സ്നാക്കിന്റെ പേരെന്താണ്? എഗ് റോൾ അല്ലേ? എഗ് റോൾ അല്ല, ബ്രെഡ് ബോൾ എന്നാണ് ഇതിന്റെ എക്സാക്ട് നെയിം വരുന്നത്. പക്ഷെ നമ്മൾ ഫറൂഖുണ്ടെന്നുള്ള പേര് വിളിച്ചു തുടങ്ങിയ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ പേര് ബ്രെഡ് ബോൾ ആണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ 2010 അതിനൊക്കെ മുന്നേ തുടങ്ങിയില്ലേ ഈ ബ്രെഡ് ബോൾ ഉണ്ടാക്കാനുമ്പോ? അന്ന് അതിന്റെ പേര് ഫറൂഖുണ്ട. 10 സാലുവിന് ഒരു 3 വയസ്സുള്ള സമയത്ത് മുതൽ നമ്മൾ വീട് മാറി അന്ന് മുതൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ? അന്ന് മുതൽ ഇത് നമ്മൾ ഫറൂഖുണ്ടെന്നുള്ള പേരിലാണ് നമ്മൾ വിളിച്ചറിയിക്കുന്നത്. ഇപ്പൊ അത് ബ്രെഡ് ബോളായി എല്ലാരും ഉണ്ടാക്കുന്നത്. അന്ന് നമുക്ക് ഫറൂഖുണ്ടായിരുന്നു. അപ്പൊ ഉമ്മച്ചി ഇവിടെ ഇളക്കാണ്. ഉമ്മച്ചി ഞാൻ ഇളക്കി തരാം, കൈ കൊണ്ട് ചെയ്യാത്തോണ്ട്. അത്ര ജിന്ന് ഇളക്കണ്ടെന്നാണ് ഉമ്മച്ചി പറയുന്നത്. ഉമ്മച്ചി ഇളക്കിക്കോളാന്ന് പറയുന്നുണ്ട്. അപ്പം ഷൈല യാസ്മിൻ ഇവിടെ ബ്രെഡ് ബോൾ അഥവാ ഫറൂഖുണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, വിലയേറിയ സമയം കൊടുത്ത് നിങ്ങൾ കാണണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. മുറിയുടെ വേദന പാടി ബ്രെഡിന്. അല്ല, ഇങ്ങനെ വെട്ടാൻ പറ്റുമോ? ഷൈല ഫാൻസ് ഇളകുന്ന പറഞ്ഞു. ഷൈലനെ കളിയാക്കില്ല. സാലിനോട് ഒരു കമന്റ് ഉണ്ട്. സാലിന് ഞങ്ങളെ ഷൈലനെ ഓരോ പറഞ്ഞാൽ ഞങ്ങൾ ഇളകുന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ ഫേക്ക് അക്കൗണ്ടോ? സത്യം പറഞ്ഞോ? എനിക്ക് അക്കൗണ്ട് ഒന്നുമില്ല. അതെ ഗൈസ്, നെയ്ച്ചോറായി ഗൈസ്. അടുത്തത് ഇനി ബ്രെഡ് ബോൾ. ഷൈല യാസ്മിൻ ജൽദി കാം കറോ. ഞങ്ങൾ പണിക്ക് വിളിച്ച ബംഗാളിയ. ഇനിയിപ്പോ കമന്റ് ബോക്സ് പറയൂ ഞങ്ങളെ ഷായിലെ ഞങ്ങൾ എന്താക്കിയത്? ഞങ്ങളെ ഷായിലെ ഞങ്ങൾ ബംഗാളിയാക്കി. അല്ലാ, ആ കമന്റ് ഇടുന്ന ആളുകളൊന്ന് മീറ്റ് ചെയ്യണം. എന്നിട്ട് പറയണം എത്രയാണ് നിങ്ങൾക്ക് വെളുത്തേനെ കമ്മീഷൻ. ഒരു കമന്റ് നിങ്ങൾ എത്ര നിങ്ങൾ ചാർജ് ചെയ്യേണ്ടത് ഇതിൽ ചോദിക്കണം. എന്റെ PR ആണ്. അങ്ങനെ നെയ്ച്ചോറിന്റെ പണി കഴിഞ്ഞ്, കറീൻ്റെ പണി കഴിഞ്ഞ്, ജ്യൂസ് കഴിഞ്ഞ്, ഫ്രൂട്ട്സ് കട്ടയിലും കഴിഞ്ഞ് ഞാൻ ആകത്തുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് ഇതാണ് നമ്മളെ. ഇത് നമ്മൾ ഫുള്ള് സെറ്റാക്കും. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇടാനുള്ള. ഓക്കെ, ബ്ലോഗിൽ ഇൻക്ലൂഡ് ആയത് വേറെ ഇടാനുള്ളതാണ്. ബ്രെഡ് ബോൾ എനിക്ക് മനസ്സിലാവില്ലല്ലോ. ട്യൂബ് ലൈറ്റ് അല്ല, അത് വേറെ ദിവസം എടുക്കുമ്പോ ഇട്ടാ പോരെ. ഇപ്പൊ പറഞ്ഞേ വേറെ ഒന്നുമില്ല. ഇതെന്താ വെള്ളം തിനമാ? ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കും ഉമ്മച്ചി കറക്റ്റ് സാധനം സെറ്റാക്കും. ബ്ലോഗിനുള്ള ഇത് വെള്ളം നമ്മൾ മുക്കുന്നു അങ്ങനെയൊക്കെ പറയണേ. വെള്ളത്തിൽ മുക്കുന്നു,
ഒക്കെ പാടെ വെള്ളത്തിലായല്ലോ. നമ്മളെ ഇപ്പം എടുത്താ ഫുള്ള് ഫസ്റ്റ് നോക്കണേ. അപ്പുറത്ത് പോയി സൈഡിൽ ഏതാ എന്നിട്ട് വെള്ള സൈഡിൽ കഴിയും. ഞാന് പറഞ്ഞ ഫുള്ള് കോഴിമുട്ട വെച്ചാലേ കൊള്ളൂല, കൊള്ളൂല, ഇതിഞ്ഞ് പിടിച്ച് ഉണ്ടാക്കും. അതാണ് പരിപാടി. വെറും വെള്ളത്തിന്റെ പരിപാടിയാണ്. എന്നിട്ട് ലാസ്റ്റ് വെള്ളം കൂടിയാ അങ്ങനെ തന്നെ. അപ്പൊ ഇത് പറയ് എങ്ങനെ ഉണ്ടാക്കലെന്ന് പറയും. കാണുക, കണ്ട് മനസ്സിലാക്കുക. അങ്ങനെ പറയരുത്. ഇത് പറയണം. സാധനോടൊക്കെ പറഞ്ഞ പണ്ടെങ്ങാനോ സാധനം ഇങ്ങനെ ചോദിക്കപ്പോ ഇങ്ങനെ കാണും ഇങ്ങനെ കാണും. ആരോടെ ഞാൻ പറഞ്ഞു, എന്നെ ഓർമ്മയില്ല. നമ്മൾ കുറച്ച് മസാല വെക്കുന്നു, ഒരു കോഴിമുട്ടന്റെ 4/4 ഭാഗം വെക്കുന്നു. മസാല കൊള്ളൂല ഞാൻ പറഞ്ഞേ. മസാല ബാക്കിയാവും. ഇത്ര വേണ്ട. ഇനി കുക്കിംഗ് ചാനലാ. കുക്കിംഗ് ചാനൽ പോലെ നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ്. This is the bread bowl. അതിന് ഫസ്റ്റ് അത് മുതലെടുക്കണേ. അതാരാ? അത് സമൂസ ഒക്കെ ഉണ്ടാക്കണ. അതില് നമ്മക്ക് ഇഷ്ടമുള്ള കടയാ. എരു നമ്മളെ ഇഷ്ടം, മസാലകളൊക്കെ നമ്മളെ ഇഷ്ടം. എന്താ അമ്മക്ക് അങ്ങനെ സമൂസ എല്ലാം ചിക്കൻ വെക്ക, ബീഫ് വെക്ക, എല്ലാം വെക്ക. അവനക്ക് എന്താ ഉള്ളത് അതുകൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് കോഴിമുട്ട ഇഷ്ടം. ഞാൻ കോഴിമുട്ടൻ്റെ അത്ര തിന്നൂല. ചിക്കനാ ഇഷ്ടം. ഒന്നില് കുറച്ച് വെള്ളാക്കിട്ടുള്ളൂ. അല്ല, ഒരു ഭാഗത്ത് വെള്ളാക്കിട്ടുള്ളൂ. കറക്റ്റാണല്ലോ മുറിച്ചത് ബ്രെഡ്. അതല്ല ഉദ്ദേശിച്ച എണ്ണം അല്ലേ? എണ്ണം ഒന്നുകൂടി അല്ല, അതിലൊന്നു കൂടുതലുണ്ടല്ലോ. ഞാൻ 8 എടുത്ത് അതിൻ്റെ മുമ്പ് 1 എടുത്തിന്. കുറച്ച് ചിക്കനായി കറി ചെയ്തെടുത്താൽ മതി. അല്ല, ചിക്കൻ പൊരിക്കാനുള്ള എടുക്കൂലേ? പൊരിച്ചിട്ടാ എടുക്കണ്ടേ? പൊരിക്കാൻ വെക്കാൻ എപ്പോഴും പൊരിക്കൂലല്ലേ? അല്ല, മസാല അല്ല, നെയ്ച്ചോറാണ്ട് ചിലർക്ക് വേഗം വിശക്കും. അതല്ല, നമ്മൾ നോമ്പ് വന്നിട്ട് പൊരിക്കല്ലേ നല്ല ചിക്കൻ. ഇപ്പോഴേ പൊരിച്ച നോമ്പ് വന്ന് നിസ്കരിക്കാൻ പോകുമ്പോൾ ചട്ടിലിട്ടാണ്ട് പോയാൽ മതി. അല്ലല്ല, അത് നോക്കിയാ കുറച്ച് വെച്ച് പോയാൽ മതി. അത് നല്ലേ കഴിഞ്ഞു. കുറച്ച് പശ കിട്ടുമോ തൊട്ടിക്കാൻ? കുറച്ച് പശ ഒന്നും വേണ്ട. ഇതല്ല ഓട്ടണ്ടല്ലോ. ഞങ്ങളെല്ലാരും ശരിയാക്കുവോ? അല്ല, ഞങ്ങ അതിന് ഒരു ഇറച്ചി പീസ് എടുക്ക്. ചിക്കൻ കറിന്ന് നല്ല ഒരു വീട്ടമ്മ ആവുമ്പോള് എല്ലാ ടിസ്കുകളും മനസ്സിലാക്കണം. റിസ്ക് അല്ല, ഒരു സാധനം കിട്ടിയാൽ എങ്ങനെ എങ്ങനെയൊക്കെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എന്താട്ടണം മനസ്സിലാക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം കുറച്ച് വേസ്റ്റ്. അതിപ്പോൾ ഓള് കേക്ക് ഉണ്ടാക്കുക വെച്ചാൽ അതിൽ വേസ്റ്റ് എന്ന് ഓള് എന്തുണ്ടാക്കും? ബാക്കി ബാലൻസ് വന്നാൽ അതുകൊണ്ട് ഓള് എന്താ വേറെ എന്തൊക്കെ ഉണ്ടാക്കിയിരുന്നാൽ എന്ന മാതിരി ഇതില് അപ്പൊ എന്താണോ ഒരു ബാലൻസ് ബ്രെഡ് ഈ പൊടി കൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ ആ ബാലൻസ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ അത് അന്നേരം ആലോചിച്ചിട്ട് നമ്മളതിനനുസരിച്ച് ചെയ്യണം. ഇപ്പം പഴം പൊരിക്കുകയാണ്, അപ്പം മാവ് ബാക്കിയായി. അപ്പം എന്താണോ
അതിക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയിടുക, അല്ലെങ്കിൽ ഈത്തപ്പഴം ചീന്തിയിടുക. പഴത്തിൽ അല്ല, പഴം പൊരിച്ച മാവിലേക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങോട്ടത് റോളാക്കി കണ്ട് പൊരിച്ചാൽ അത് ഒരു പൊരിയായി. അപ്പോൾ അത് വേസ്റ്റ് ആകാതെ കഴിച്ചിലാവും. ഇതിപ്പോൾ എന്തായി? ചിക്കൻ റോളായി അല്ല, ചിക്കൻ ബോളായി. എന്താ ചിക്കൻ ബോളായി. അതാണ് ഇതിനോടുള്ള ഉപകാരം. ഇത് അച്ചൽക്ക് പൊരിക്കണോ അതോ ഇതിമഞ്ഞ് ക്രംസ് ഇടുവോ? കോഴിമുട്ടൻ്റെ വെള്ളം കൊണ്ട് മുക്കും. ക്രംസ് ഇടുന്നുണ്ടെങ്കിൽ ഇത് ക്രംസ് ആക്കി. ക്രംസ് വേണ്ട. പിന്നെ ആ ബ്രെഡിൻ്റെ കവർ കെട്ടിച്ചോ? എന്തേ? അത് ഇതായിക്കിടണോ? ആ കുറച്ചായിട്ട് വെച്ചത് മീമ വേണ്ട. നമുക്ക് റസ്ക് പൊടി ഉണ്ടാക്കാം. ബ്രെഡ് പൊടി ആവും. അപ്പോൾ റസ്ക് പൊടി റസ്ക് പൊടി ഉപയോഗിക്കുന്നതിന് ബദല് ബ്രെഡ് പൊടി ഉണ്ടാക്കാം. വേസ്റ്റാക്കാൻ പറ്റില്ലല്ലോ. ഇതിനൊക്കെ നമ്മൾ നാളെ എന്ത് പറയണം? ഉത്തരം പറയണം. മതി. എന്ത് വേസ്റ്റാക്കിയാലും നമ്മൾ പഠിച്ചവനോട് ഉത്തരം പറയണം. ഇന്റെ നെച്ചോറ് കഴിഞ്ഞ മോനെ ഞാൻ എന്തേ ഇല്ല ഞാൻ ഇപ്പോഴും നോക്കിയിട്ടില്ല. ഞാൻ ഓഫാക്കി പോയതാ. അറിയാനാവോ എന്തേന് നന്നേന്നാവോ. നന്നായി. അപ്പളേ നോക്കിയാ നന്നായി. ഗ്യാസ് തീരുന്നല്ല, ചോറൊന്നിനും പറ്റൂല. ഇനി കോഴിമുട്ട വൈറ്റ് മാത്രം എടുക്കുള്ളൂ. എല്ലാം അതിൽ നമുക്ക് കംപ്ലീറ്റ് അടിക്കണോ? അതോ ഒന്നും ഒഴിവാക്കാൻ പറ്റൂല. ഇതിലുണ്ട്. ഇതിൽ കുറേ ഉണ്ട്. വെള്ള മഞ്ഞ അല്ല, വെള്ളയുണ്ട്. ഞാൻ എന്ത് ചെയ്യാ അറിയോ? ഇത് തേങ്ങിയില്ലെങ്കിൽ വേറെ എടുക്കും. റസ്ക് പൊടി ഇടുമ്പോഴാണ് തോനെ വേണ്ടി. റസ്ക് പൊടി ഇതൊക്കെ ഞാൻ ഉണ്ടായില്ല. ചിലവരുണ്ടല്ലോ നമ്മള് കട്ട്ലേറ്റ് ഉണ്ടാക്കി അതേ മതി. നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി തിന്ന്. ഇങ്ങനെ തിന്നേ. ബ്രെഡ് ബോംബാണോ? ബ്രെഡ് ബോംബാണോ ഇത്? നമ്മള് സാധാരണ റെഡിയായി നോക്കിട്ടാ. കുക്കിംഗ് ചാനല്ല. രണ്ടാമത്തെ ബോൾ വെച്ച് അത് വെക്കാൻ ഒരു പാത്രം വേണ്ടിട്ടോ. അത് നമുക്ക് ലാസ്റ്റ് തണുത്തിട്ട് മാറ്റാം. ശരിക്കണ്ടല്ലേ? ഒന്നും അറിയാം. ഞാൻ കോഴിക്കോട്ടുണ്ട്. അതിനെ കോഴിക്കോടിൻ്റെ ഇതാകുമ്പോൾ ഞാൻ ഇവിടെ എത്തിക്കണ്. എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ഇവിടെ എത്തി എൻ്റെ ഒരു തോന്നലിനൊക്കെ ഉണ്ടാക്കി ഇവിടെ എത്തി പഠിച്ചതാ. എനിക്കൊന്നും അറിയില്ല. അറിയാം. മീൻകറി ഉണ്ടാക്കാറിയാം, പച്ചക്കറി ഉണ്ടാക്കാറിയാം, ചോറുണ്ടാക്കാറിയാം. ഇപ്പോഴത്തെ കുട്ടികളെ കെട്ടിക്കുന്നതിന് മുന്നേ നമ്മളൊക്കെ എത്ര മുന്നേ കെട്ടിക്കുവന്ന്? പിന്നെ 17 വയസ്സിൽ. ഏത് ബ്രെഡ് ബോൾ? ഇതാ ആയി, 2 ആയി.
പക്ഷെ ഇത് തോനായിട്ട് ഇതൊക്കെ ചെയ്യാം, തോന ഓയിൽ ഒഴിച്ചു. പക്ഷെ ആ ഓയിൽ നാളേക്ക് വെക്കണ്ടേ, അപ്പോൾ വേസ്റ്റാവും. അതിനെക്കാട്ടി ഉള്ളത് കുറച്ച് ഓയിൽ ഒഴിക്കുക, ഓരോന്നും പൊരിച്ചെടുക്കാം. ശരി, ഓയിൽ ഇന്നത്തെ ഓയിൽ നാളെ ഉപയോഗിക്കേണ്ടല്ലോ. അല്ല ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും എന്തായാലും. അങ്ങനെ നമ്മളെ ബ്രെഡ് ബോൾ അവസാന ഘട്ടത്തിൽ കാര്യം തുടങ്ങി. അപ്പൊ എന്താ ഫറൂഖ് അല്ല ബ്രെഡ് ബോൾ റെഡി. ബ്രെഡ് ബോൾ ഇതാണ് സാധനം. കണ്ടോളി, അത് ഇവിടെ റെഡി. ഇത് ലാസ്റ്റ് പീസ്. അത് മൈക്കൂടെ ഓർമ്മയില്ലാണ്ട് ചിലപ്പോ തിളപ്പിച്ചാളൂ. അപ്പൊ പണിയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി ബാക്കി ഇനി നോമ്പ് തുറക്കാൻ നേരത്തില്ലേ? എന്താ തൊള്ളക്കുണ്ടാ ഡാഡി കാക്ക മറ്റേ